കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള സർക്കാരിന് കീഴിലുള്ള കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2024 നവംബർ 30 കേരള ഗസറ്റിലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 1/1/2025 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതിനുവേണ്ട അടിസ്ഥാന യോഗ്യത 60% മാർക്കോടെ BCom ബിരുദം പാസ്സായവർക്കൊക്കെ അംഗീകൃത സർവകലാശാലയിൽ നിന്നായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ള 432/2024 എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 15,700 മുതൽ 33,400 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം കാണിച്ചിട്ടില്ല. നിലവിലുള്ള വേക്കൻസികളിലേക്കും ഇനി വരാനുള്ള വേക്കൻസികളിലേക്കും വേക്കൻസി നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി പറയുകയാണെങ്കിൽ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ദിവസം ഉൾപ്പെടെയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ആദ്യം പ്രൊബേഷൻ ആയിരിക്കും, അതിനുശേഷമായിരിക്കും നിങ്ങളുടെ അപ്പോയിൻമെന്റ്സ് കൺഫർമേഷൻ ആവുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്ന ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിൽ യൂസർ ID യും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിലും പിന്നീട് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനായിട്ട് നിങ്ങളുടെ യൂസർ ID യും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് PSCയുടെ ആപ്ലിക്കേഷന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയും വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതായിട്ടെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഒരിക്കൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ കേരള PSCക്ക് അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസൊന്നുമില്ല, തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ നിങ്ങൾ സത്യസന്ധമായ വിവരങ്ങളൊക്കെ നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റായ വിവരങ്ങളൊക്കെ നൽകിയാൽ പിന്നീട് ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ് വരെ ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതേപോലെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ചെന്ന് കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് എത്രയും അത് സൂക്ഷിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ നിങ്ങൾക്ക് റെഡിയാണെന്നൊരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ പരീക്ഷയുടെ 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾ ആ കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതെ ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ആധാർ കാർഡ് ഉള്ളത് നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്തോ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തോ ഒക്കെ നിങ്ങളുടെ ഒരു ID പ്രൂഫായിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 1/1/2025 www.keralapsc.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. 60% മാർക്കോടെ BCom പാസ്സായി ഈ ഏജ് കാറ്റഗറി ഉള്ളവർക്കൊക്കെ ഇതിനകത്ത് തികച്ചും സൗജന്യമായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം നല്ലതുപോലെ വിനിയോഗിക്കുക. താങ്ക്